എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഒരുപാട് മഴ പെയ്യുമ്പോൾ നമുക്കൊക്കെ പണ്ടത്തെ ചില ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാവും അല്ലേ? പണ്ട് 2 പ്രളയങ്ങളെ അതിജീവിച്ച നാടാണ് നമ്മുടെ നാട്. പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടായപ്പോഴും നമ്മളൊക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് ആ വലിയ പ്രതിസന്ധികളെയൊക്കെ നമ്മൾ നേരിട്ടിട്ടുണ്ട്. അപ്പോൾ മിതമായ അളവിലാണ് എല്ലാം നല്ലത്. ഒരുപാട് മഴയും നമുക്ക് താല്പര്യമില്ല, ഒരുപാട് വേനലും നമുക്ക് താല്പര്യമില്ല. ഒക്കെ ഒരു പാകത്തിന് നമ്മൾ പറയില്ലേ, അതാണ് താല്പര്യം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് മഴ വരുന്ന സമയത്ത് ഭയത്തോടു കൂടിയിരിക്കുന്ന കുറേ ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. പ്രത്യേകിച്ച് ഈ തീരദേശത്തൊക്കെ താമസിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ തടാകങ്ങളുടെ അടുത്തും നദിക്കരയിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ, അവർക്കൊക്കെ ഇപ്പോഴും അന്നത്തെ ആ ഭയമാണ്. ഇനിയും അന്നത്തെ പോലെ സംഭവിക്കുമോ? അങ്ങനെയുള്ള ആളുകളൊക്കെ ഈ വർഷകാലത്ത് സ്മരിക്കേണ്ട ഒരു കഥയാണ് ഇന്നത്തെ കഥയമമ്മയുടെ അധ്യായത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനേക്കാട്ടിലൊക്കെ അപ്പുറത്തുള്ള പ്രളയം, ഇതിൻ്റെയൊക്കെ ഒരു 100 ഇരട്ടി വലുപ്പത്തിലുള്ള പേമാരി, അത് ഒരു പ്രദേശത്ത് വന്നപ്പോൾ ആ പ്രദേശത്തുള്ള ആളുകൾ രക്ഷപ്പെട്ട കഥയാണ് ഇന്നേ ദിവസം നമ്മൾ സ്മരിക്കുന്നത്. ഇത് ദ്വാപരയുഗത്തിൽ നടന്നൊരു കഥയാണ്. ഭഗവാൻ കൃഷ്ണൻ ഈ മഴയുടെ അതിദേവതയായിട്ടുള്ള ഇന്ദ്രൻ്റെ അഹങ്കാരത്തെ ശമിപ്പിച്ച കഥയായിട്ടാണ് ഇതിനെ അനുസ്മരിക്കാറുള്ളത്. ഭഗവാന്റെ ഗോവർദ്ധനോദ്ധാരണ ലീല. നോക്കൂ, പണ്ട് ഭഗവാൻ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഇന്ദ്രനെ പൂജിക്കുക എന്നുള്ളതായിരുന്നു ആ നാട്ടിലത്തെ ഒരു വർഷാവർഷം നടക്കുന്ന ഒരു ചടങ്ങ്. അപ്പോൾ ഭഗവാൻ ഒരു പ്രായമൊക്കെ ആയ സമയത്ത്, കുട്ടിയാണ് എങ്കിലും ചോദിച്ചു, ഈ ഇന്ദ്രനെ പൂജിക്കുന്നതൊക്കെ ശരിയാണോ അച്ഛാ? നമ്മൾ യഥാർത്ഥത്തിൽ പൂജിക്കേണ്ടത് ഗോവർദ്ധനത്തെ അല്ലേ? ഗോവർദ്ധനല്ലേ നമുക്ക് ഈ ജീവിക്കാനുള്ള ചുറ്റുപാടൊക്കെ തരുന്നത്? അതുള്ളതുകൊണ്ടല്ലേ നമ്മുടെ പശുക്കളൊക്കെ കഴിഞ്ഞു പോണത്? ആ പശുക്കൾ ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ കഴിഞ്ഞു പോണത്? അപ്പോൾ ഇതിൻ്റെയൊക്കെ മൂലകാരണം എന്ന് പറയുന്നത് എന്താ? അത് ഗോവർദ്ധനാണ്. അല്ലാണ്ട് ഇന്ദ്രൻ്റെ ധർമ്മമാണ് മഴ പെയ്യിക്കുക എന്നുള്ളത്. അതിന് പ്രത്യേകിച്ച് അയാളെ പൂജിക്കൊന്നും വേണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ കുട്ടിയാണെങ്കിലും കുട്ടി പറഞ്ഞത് ശരിയാണെന്ന് ചിന്തിക്കാനുള്ള വിശേഷ ബുദ്ധി നന്ദഗോപർക്കുണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു ഗോപന്മാരുടെ രാജാവ്. കുട്ടി കൃഷ്ണ പറഞ്ഞത്, പക്ഷെ പറഞ്ഞത് കുട്ടിയാണെങ്കിൽ പോലും അതെടുത്തു. ഇന്ന് നമുക്ക് ആ ഒരു മെൻറ്റാലിറ്റി പല ആളുകൾക്കും കുറവാണ്. കുട്ടികളാണ് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അത് ബാലിശമായിട്ടുള്ള ചിന്തയായിട്ട് തള്ളിക്കളയാതെ അത് പറഞ്ഞതിൽ കാര്യമുണ്ടെങ്കിൽ അത് എടുക്കണം എന്നാണ് നന്ദഗോപരും ഭഗവാനും കാണിച്ചതെന്നാണ് അതിൻ്റെ വ്യംഗ്യാർത്ഥം. എന്തായാലും ഇന്ദ്രനെ പൂജിക്കുന്ന ഏർപ്പാട് ഗോപന്മാർ നിർത്തി ഗോവർദ്ധനത്തെ പൂജിച്ചു. ഇതോടുകൂടി ഇന്ദ്രന് വർഷാവർഷം കിട്ടേണ്ട പൂജ മുടങ്ങിയതോടുകൂടി ഇന്ദ്രന് വലിയ ദേഷ്യം വരുന്നു. അദ്ദേഹം തൻ്റെ ഭൃത്യന്മാരായിട്ടുള്ള മഴമേഘങ്ങളെ ഇടിമിന്നലിനേക്ക് വിളിക്കുന്നു. പോയി ഗോവർദ്ധനത്തിൻ്റെ കീഴിലും ഈ വ്രജത്തിലും അതിയായിട്ടുള്ള മഴ ഉണ്ടാവാൻ കൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. 7 ദിവസം നിന്ന് പെയ്തു ഗോവർദ്ധനത്തിന് മുകളിലും ഒപ്പം തന്നെ ഈ വ്രജത്തിലും ഈ മഴ എന്നാണ്. ഗംഭീരമായിട്ടുള്ള പ്രളയം. ആ പ്രളയത്തിലേക്ക് ആ ഭൂമി പോകുന്നു എന്ന് കണ്ടപ്പോൾ ഓടി വന്നു ഗോപന്മാരെല്ലാവരും വന്ന് ഈ നന്ദഗോപരോട് പറഞ്ഞു, നമ്മൾ ഇന്ദ്രന് കൊടുക്കേണ്ട പൂജ മുടക്കിയതുകൊണ്ടാണ് ഈ അവസ്ഥയൊക്കെ നമുക്കുണ്ടായത് എന്നാണ്. ഇത് നമ്മൾ എന്ത് ചെയ്താലാണ് ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റുക എന്നുള്ള അവരുടെ ചിന്തയിൽ ഭഗവാനാണ് അവരെ രക്ഷിക്കാനായി തൻ്റെ കുഞ്ഞു കൈയിലെ ആ കുഞ്ഞു വിരലുകൊണ്ട് ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തിപ്പിടിച്ച് അതിന് താഴെ മുഴുവൻ വ്രജവാസികൾക്കും അഭയം നൽകിയത്. ഭഗവാൻ പറയുന്നുണ്ട്, നമ്മൾ പൂജിച്ചത് ഗോവർദ്ധനത്തെയാണ്. ഗോവർദ്ധനത്തെ പൂജിച്ച നമുക്ക് അഭയം തരേണ്ട ഉത്തരവാദിത്വവും ഗോവർദ്ധനത്തിനാണ് എന്ന് പറഞ്ഞിട്ടാണത്രേ ഗോവർദ്ധനത്തെ ഭഗവാൻ എടുത്ത് പൊക്കിയത്. നോക്കൂ, ഭഗവാന്റെ ആ ഒരു രൂപം, ഈ ഗോവർദ്ധനോദ്ധാരണ രൂപത്തിൽ നിൽക്കുന്ന മുഴുവൻ വ്രജവാസികൾക്കും അഭയം നൽകി നിൽക്കുന്ന ആ ഭഗവാന്റെ രൂപത്തെയാണ് ഈ ഒരു സമയത്ത് നമ്മൾ സ്മരിക്കേണ്ടത്. ആർക്കെങ്കിലും ഈ കാലാവസ്ഥാ സംബന്ധമായിട്ടുള്ള ഭയം ഉണ്ടാവുകയാണെങ്കിൽ, പ്രളയത്തെക്കുറിച്ചിട്ടുള്ള ഭയം ഉണ്ടാവുകയാണെങ്കിൽ സ്മരിക്കാൻ സാധിക്കുന്ന ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ട രൂപമാണ് ഈ ഗോവർദ്ധനത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുഴുവൻ വ്രജവാസികൾക്കും അഭയം നൽകിയ ആ ഭഗവാന്റെ ഭാവം. നമുക്കും അത് പ്രളയമായിക്കോട്ടെ, ജീവിതത്തിലുണ്ടാവുന്ന പ്രയാസങ്ങളായിക്കോട്ടെ, ഇതിനൊക്കെ അഭയമായിട്ട് വർത്തിക്കുന്നത് ആ ഭഗവാൻ മാത്രമാണ് എന്നുള്ള ഭാവത്തോടു കൂടി ഈ കഥയെ അനുസ്മരിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഈ കാലാവസ്ഥയുടെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും മാറി നമുക്ക് നല്ല സൗമ്യമായിട്ടുള്ള കാലാവസ്ഥ എല്ലാ കാലത്തും, മഴ കിട്ടേണ്ട സമയത്ത് മഴയും വെയിൽ കിട്ടേണ്ട സമയത്ത് വെയിലും ഒക്കെ, നമ്മുടെ കൃഷിയും വീടും ഒക്കെ ഗംഭീരമായിട്ടൊരു സുഖമായിട്ടുള്ള ചുറ്റുപാടിൽ നടക്കാനായിട്ട് ഗോവർദ്ധനധാരിയായിട്ടുള്ള ആ ഭഗവാനെ പ്രാർത്ഥിക്കാൻ നമുക്ക് ശ്രമിക്കാം. ആ കഥയെ അനുസ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു. അടുത്തൊരു കഥയുമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.